ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ കോമൺ ഏരിയയിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം, ഗ്രാനൈറ്റിൻ്റെ മുകളിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ജാഗോറിൻ്റെ ഫിറ്റിങ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ, ടാപ്പ്, ഇതെല്ലാം തന്നെ ജാഗോറിൻ്റെ ഫിറ്റിങ്സ്, പിന്നെ അതിൻ്റെ വേസ്റ്റ് കപ്ലിങ് കാര്യങ്ങൾ. നമ്മൾ ആദ്യമേ തന്നെ ജാഗോറിൻ്റെ ടാപ്പ് ഉറപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ആദ്യമേ ചെയ്ത് ഗ്രാനൈറ്റിൽ ഹോൾ ഇടണം. ഗ്രാനൈറ്റിന് നമ്മൾ ആദ്യമേ തന്നെ വാഷ് ബേസിൻ വെച്ച് അതിൻ്റെ വേസ്റ്റ് കപ്ലിങ്ങിനുള്ള ഹോളും അതുപോലെ ടാപ്പിനുള്ള ഹോളും നമ്മൾ ആദ്യമേ തുളച്ചു. കോറിംഗ് ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് തുളച്ചിരിക്കുന്നത്. അറേഞ്ച് ടാപ്പിന് വേണ്ടിയിട്ട് അറേഞ്ചിൻ്റെ വാവട്ടം വരുന്ന രീതിയിൽ തുളച്ചിരിക്കുന്നത്. അതിലാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ടാപ്പ് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബോക്സ് പാനർ ഉപയോഗിച്ചിട്ട് താഴെ നിന്നും ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നു. അതിന് സെൻട്രലായിട്ടാണ് നമ്മുടെ വേസ്റ്റ് കപ്ലിങ് വരുന്നത്. ഇനി ടാപ്പ് കാര്യങ്ങൾ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ടാപ്പ് കണ്ടോ, ടാപ്പ് ഗ്രാനൈറ്റിൻ്റെ അടിയിൽ വന്നിരിക്കും. മൾട്ടിവുഡിൻ്റെ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിവുഡും കൂടി ആകുമ്പോൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കണക്ഷൻ പൈപ്പ് എത്താത്തൊരവസ്ഥ വരും, ടൈറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എക്സ്ട്രാ നിപ്പിൾ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അത് അത്ര സക്സസ്ഫുൾ അല്ല. അതിനേക്കാൾ ബെറ്റർ നമ്മൾ ആ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാനൈറ്റുമ്പോൾ എന്നേക്കുമായിട്ട് സ്ട്രോങ് ആയിട്ട് എന്നും ഉറച്ചിരിക്കും. അപ്പോൾ ഗ്രാനൈറ്റുമ്പോൾ നമ്മൾ ബോക്സ് പാനർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ടൈറ്റ് ചെയ്തിട്ട് ശരിക്കും ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കണം. കാരണം ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം ശരിക്കും. അതിനുശേഷം ആംഗിൾ കോക്ക് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മൾ വൈറ്റ് എം സിയിലാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് എം സിയിൽ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് എം സിയിൽ ആദ്യം കറക്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് വൈറ്റ് കറക്റ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് കളർ തന്നെ ആയതുകൊണ്ട് വൈറ്റ് കളർ എം സിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം വാഷ് ബേസിൻ്റെ താഴെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും, കോമൺ വാഷ് ബേസിൻ്റെ ഏരിയയിൽ പുറത്തേക്ക് വെള്ളം തെറിക്കുന്ന സമയത്ത് ആ ഗ്യാപ്പിലൂടെ നമുക്ക് താഴെ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ടേബിളിൻ്റെ അടിയിൽ വെള്ളം വരുന്ന എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് എം സിയിൽ ഈ പറയുന്ന ഏരിയയിൽ എന്നാൽ പുറത്തേക്ക് കാണാത്ത രീതിയിൽ താഴെ നന്നായിട്ട് ഗ്രാനൈറ്റിൽ ഉറച്ചിരിക്കുന്ന രീതിയിൽ വൈറ്റ് എം സിയിൽ നമുക്ക് ഇവിടെ തേച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അത് ചെറിയ ഉരുളാക്കിയതിന് ശേഷം സൈഡിലൂടെ വെച്ച് കൊടുക്കുക. സൈഡിലൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ കാണുന്ന പോലെ തന്നെ സൈഡിലൂടെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഉരുളകളാക്കിയതിന് ശേഷം വൈറ്റ് എം സിയിൽ നമുക്ക് മാർക്കറിൽ അവൈലബിൾ ആണ്. അത് വെച്ച് കൊടുത്ത് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മുടെ ഗ്രാനൈറ്റ് അതിൽ കറക്റ്റ് ചെയ്ത് നമ്മൾ പറയുന്ന ഗ്രാനൈറ്റിൻ്റെ മുകളിൽ വാഷ് ബേസിൻ കറക്റ്റ് ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറമേ നിന്ന് കൈ കഴുകുന്ന സമയത്ത് വരുന്ന വെള്ളം ഈ പറയുന്ന ഇതിൻ്റെ താഴെയായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ സിലിക്കോണോട്ട് ഉറപ്പിക്കാം. വൈറ്റ് സിമെൻറ്റ്, എം സിയിൽ സിലിക്കോൺ, ഇത്രയും കാര്യങ്ങളിട്ട് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ വീണ്ടും വെള്ളം പുറത്ത് കിടക്കുന്ന വെള്ളം നമ്മൾ കൈ കഴിയുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്ന വെള്ളം അതിലൂടെ ഊർന്നിറങ്ങി നമ്മുടെ ടേബിളിൻ്റെ താഴെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമ്മളിവിടെയാണ് നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ നേരെ വാഷ് ബേസിൻ എടുത്തതിന് ശേഷം ആ പറയുന്ന കറക്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുന്നേ നമുക്ക് ഈ പറയുന്ന ടാപ്പിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ജാഗോറിൻ്റെ ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ജാഗോറിൻ്റെ പില്ലർ കോക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ജാഗോറിൻ്റെ തന്നെ അത്യാവശ്യം നല്ല ഹൈ മോഡൽ വരുന്നതാണ്. അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. 3 സംതിങ് ആണ് വന്നിരിക്കുന്നത്. MRP കൊടുത്തിരിക്കുന്നത് 3000 കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വാഷ് ബേസിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് പൊസിഷനിൽ വെച്ചു. അതിനുശേഷം അതായത് കറക്റ്റ് ആ പൊസിഷനിലേക്ക് നമ്മൾ എം സിയിൽ വെച്ച് ടൈറ്റ് ചെയ്തിരിക്കുന്ന വാഷ് ബേസിൻ നമ്മൾ അതിൽ വെച്ച് ഉറപ്പിച്ചു. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത്. ഫൈനൽ സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് നീറ്റായിരിക്കണം. പിന്നെ നമ്മൾ ഈ വാഷ് ബേസിൻ വെക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് ഇതിൻ്റെ ഔട്ടർ പുറത്തേക്ക് ഗ്രാനൈറ്റിന് പുറത്തേക്ക് വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ടാപ്പ് ഒരുപാട് വാഷ് ബേസിനിൽ നിന്ന് അകന്ന് പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഒരുപാട് അകന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ വെള്ളം ടാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട് ഒരു മാക്സിമം ഹൈറ്റ് തൊട്ടില്ലാന്ന രീതിയിലുമായിരിക്കണം അതിൻ്റെ നിൽക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വരുന്ന ടാപ്പ് നമ്മൾ ഇതേ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. ഇനി നമുക്ക് കുറച്ചുകൂടി ലെങ്ത്തുള്ള ടാപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് വീഴാവുന്ന രീതിയിൽ കിട്ടും. ഇതിപ്പോൾ എൻ്റെ മാക്സിമമാണ്. അല്ലെങ്കിൽ ടാപ്പിൻ്റെ ആ ചരിവ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ ടാപ്പിൻ്റെ ചരിവ് നമ്മളത് കുറച്ചുകൂടി ചരിവ് കൂടുതലുള്ളത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് നമുക്ക് ശരിക്കും നന്നായിട്ട് കഴുകുന്നതിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ കറക്റ്റ് കിട്ടും. നമ്മൾ വേസ്റ്റ് പൈപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് പൈപ്പ് നമ്മളൊരു 1.5 ഇഞ്ച് പൈപ്പ് നമ്മുടെ ട്രാപ്പ് വഴിയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഇത്രയും നീറ്റായിട്ടാണ് നമ്മൾ. അതുപോലെ തന്നെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ് വരുന്നുണ്ട്, പിന്നെ ഒരു മിറർ ലാമ്പ് വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ലിങ്ക് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.
ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ ലൈക്കാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.